പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. നിങ്ങൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ 30 ദിവസത്തേക്ക് ദീർഘദൂര യാത്രകൾ ചെയ്യരുത്. അദൃശ്യമായി സഞ്ചരിക്കുന്ന ചില സാമീപ്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കാണാൻ പറ്റും എന്നുള്ളതാണ്. നമസ്കാരം. പ്രേതബാധകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതിന് ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. യഥാർത്ഥത്തിൽ അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കും ചില സംശയങ്ങൾ ഉണ്ടാകാതെയില്ല. എന്തെന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇതൊരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക? ഇത് തോന്നലുകളായിക്കൂടെ? എന്നാൽ തോന്നലുകളാണോ? പ്രേതാനുഭവങ്ങൾ എന്നുള്ള എൻ്റെ ഒരുപാട് പുസ്തകങ്ങളും എൻ്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അതെൻ്റെ തോന്നലുകൾ തന്നെ ആയിക്കൂടെ എന്നും ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്തരം അനുഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളും കുട്ടിക്കാലത്തെ അത്തരം പ്രേതകഥകൾ കേട്ട് ശീലിച്ച ഒരാളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചില വിശ്വാസങ്ങൾ കൂടുതലാണ്. അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളോടുള്ള എൻ്റെ ഇഷ്ടങ്ങളും പുരാതനമായ ചില സ്ഥലങ്ങളോടുള്ള പൊളിഞ്ഞു കിടക്കുന്ന ചില സ്ഥലങ്ങളും ആ സ്ഥലങ്ങളിലോടുള്ള ചില കെട്ടിടങ്ങളുമൊക്കെ എൻ്റെ ഇങ്ങനെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നതാണ്. എപ്പോഴും കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിനങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. അത് ഞാൻ എടുക്കുമ്പോൾ എൻ്റെ പൂർവ്വജന്മം തന്തമാന്ത്രികങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഇഷ്ടം തോന്നുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. അതിന് ഒരുപാട് ഉപകഥകളും ഫ്ലാഷ് ബാക്കുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലായത്, എന്തോ ഒന്നുണ്ട്. എന്നാൽ മരണാനന്തര ജീവിതമുണ്ടോ? മരിച്ചതിന് ശേഷം ഒരാൾക്കൊരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം എത്ര പേർ അത് വ്യക്തമായിട്ട് എടുക്കും, ഇതാണ് അതിൻ്റെ ശരി, സ്വാമി പറയുന്നതാണ് ശരി എന്നെടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശരിയാണോ എന്നും അറിയില്ല. എൻ്റെ തോന്നലുകളായിക്കൂടെ? ഇതെല്ലാം മനുഷ്യരെ പറ്റിക്കാനായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ കള്ള സ്വാമി എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്, അങ്ങേർക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറയും. എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നാഗമാണിക്യത്തെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോഴത്തേക്ക്, അനന്തഭദ്രത്തിൽ എഴുതിയപ്പോഴത്തേക്ക് നാഗമാണിക്യം അതൊക്കെ ചുമ്മാതെ ആണ്, അങ്ങനെയൊരു സംഭവമൊന്നുമില്ല, ഒരു മിത്താണ്, ഇതൊക്കെ അങ്ങേർക്ക് ഭ്രാന്താണ് എന്ന് പറയുന്ന ഒരുപാട് പേര് എന്നെ ഫോൺ വിളിച്ച് എന്നെ പറയട്ടെ, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ എഴുതി ആൾക്കാരെ പറ്റിക്കാനും പേടിക്കാനും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് മുഖവിലേക്ക് എടുക്കില്ല. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ ചിന്തകളായിട്ട് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ ചിന്താധാരകളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ, എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാനും എഴുതാനും എനിക്കിഷ്ടപ്പെട്ടവരോട് അത് സംവദിക്കാനുമായിട്ടുള്ള ഒരിഷ്ടമുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, ഇന്നലെ എന്നെ വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരാൾ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്വാമി ഞാൻ ഒരു വീട് വെച്ചു. അപ്പോൾ വിളിക്കുന്ന സമയം വെച്ച് എനിക്ക് ആ വീടിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടും. അതെൻ്റെ ബോധത്തിൽ വരുന്നതാണ്. അതെൻ്റെ ഉപാസനയിലൂടെ വന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വീട് ഒരാൾ വിളിക്കുമ്പോൾ തന്നെ അവർ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം എനിക്ക് പിടികിട്ടും. അത് ഞാൻ ചിലത് ശരിയാവാം, ചിലത് തെറ്റായിരിക്കാം. പക്ഷേ തെറ്റുന്നത് വളരെ കുറവ് തന്നെയാണ്. ഇല്ലെങ്കിൽ അവരതില്ല എന്ന് പറഞ്ഞാലും പിന്നെ കുറേ കഴിഞ്ഞ് എന്നെ തിരിച്ച് വിളിക്കും, സ്വാമി ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം വിളിച്ചത്, ഇദ്ദേഹം രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തുകൂടെ ഒരു തൂവാല ഇങ്ങനെ ആരോ വലിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഭയമില്ലാത്ത ഒരാളാണ്. അതൊരു പുതിയ വീടാണ്. വീട് വെച്ച് ഇവരെല്ലാം വിദേശത്താണ്. ഭാര്യയും മക്കളുമൊക്കെ മറ്റൊരു സ്ഥലത്തായതുകൊണ്ട് ഇദ്ദേഹം മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചത്. രാത്രിയായപ്പോൾ ഒരു 2 മണി സമയമായപ്പോൾ ഒരു തൂവാല ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്തുകൂടെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, പേടിപ്പിക്കാൻ പാടില്ലല്ലോ. അതുമല്ല, എനിക്ക് ആ തൂവെള്ള വസ്ത്രം അല്ലെങ്കിൽ തൂവാല കൊണ്ടുള്ള സ്പർശം, ഇതെല്ലാം തന്നെ ഞാൻ ബ്രഹ്മരക്ഷസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമായിട്ട് പിന്നെ എനിക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചു വിട്ടു. ഞാൻ അവിടെ വല്ല മഠം ഉണ്ടായിരുന്നു? അതെ, ഇതൊരു മഠക്കാരുടെ സ്ഥലമായിരുന്നു. അടുത്തൊരു മഠം ഉണ്ടായിരുന്നു. വീടുമായിട്ട് ഇത്ര സ്ഥലത്തിന് ദൂരെയുള്ളതാണ്. ഇത് മഠക്കാരുടെ ഇല്ലമായിരുന്നു എന്നുള്ളതാണ്. മഠക്കാരുടെ മഠം ഒരു ബ്രാഹ്മണ മഠത്തിൻ്റെതായിരുന്നു. നമ്മളിത് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്യപ്പെട്ട, ജീവിതം അവസാനിപ്പിച്ച ഒരു ചെറുപ്പക്കാരിയുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ്റെ പ്രേതാത്മാവിൻ്റെ സഞ്ചാരമാണിത്. അത് നമ്മൾ ഇനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇതൊരു സഞ്ചാരമുണ്ടാകും. ഇതൊരു യുവതിയാണ്. ആ യുവതിയുടെ സഞ്ചാരമാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ആ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല.
പക്ഷേ ഇദ്ദേഹം വിവാഹം കഴിച്ച് ഭാര്യയും കുട്ടികളും മറ്റൊരു സ്ഥലത്താണ്. ഈ വീട്ടിൽ കിടന്നപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും തൽക്കാലം അവിടെ നിന്ന് രണ്ട് ഫലങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. പക്ഷേ അത് ഇനി വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വല്ലപ്പോഴും മാത്രമേ ഇവർ വിദേശത്ത് നിന്ന് ഇവിടെ താമസിക്കാറുള്ളൂ. അതൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ആ നെഗറ്റീവ് എനർജി, ആ ഇല്ലമായിട്ട് ബന്ധമുണ്ടായിരുന്ന മരണപ്പെട്ടു പോയ ആ പ്രേതാത്മാവ് ഡെഫിനറ്റായിട്ട് ഇവിടേക്ക് താമസം വരും. എന്തുകൊണ്ടെന്നാൽ ഈ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം നിൽക്കുന്ന സ്ഥലത്ത്, ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു മരത്തിലാണ് ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു ശവശരീരം ഈ പെൺകുട്ടിയുടേതായിരുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യം അതാണ്. ഇവിടെ ഒരു മരം, ഒരു പുളിമരം പോലുള്ള എന്തോ ഒരു വലിയ മരമാണ്. ആ മരത്തിലാണ് ഈ പെൺകുട്ടി. ഒന്നീ അത് ആരോ കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കിയതോ അല്ലെങ്കിൽ സ്വയമേ തൂങ്ങി മരിച്ചതോ ആണ്. ആ പ്രേതാത്മാവിൻ്റെ സഞ്ചാരപാതയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ വാസസ്ഥലത്താണ്, അതിൻ്റെ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈ വീട് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ദുബായിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്നും ഇവിടെ ഒരു വീട് വെച്ച് കുട്ടികളോടൊപ്പം താമസിക്കാൻ തുടങ്ങുന്നു. ഇദ്ദേഹം അങ്ങ് വീട്ടിൽ പോകുമ്പോൾ ഈ ഭാര്യയും മക്കളും മാത്രമേ കാണുകയുള്ളൂ. അവർക്ക് ഉണ്ടാക്കാവുന്ന, വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കുട്ടികളോടുള്ള ഒരു ഇഷ്ടം, അത് ഈ കുട്ടികളിലേക്ക് പ്രവേശിക്കാനല്ല, ആ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. ഇഷ്ടപ്പെട്ട് ആ കുട്ടികളെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് കുഞ്ഞുങ്ങൾ. അവർക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കൾ സമയം അവൻ രാത്രിയാവുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് മാത്രമേ സംസാരിക്കുന്നത് കേൾക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് കുറച്ച് കഴിഞ്ഞ് ഇല്ലാതാവും. ആ ഒരു ആഗ്രഹം കഴിയുമ്പോഴത്തേക്ക് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരാൾ ദുബായിലെ വിദേശത്ത് ഉണ്ടായിരുന്ന പണം മുഴുവൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു വീട് വെച്ചു. ആ വീട് അവിടെ വേറെ സ്ഥലമില്ലായിരുന്നു. പക്ഷേ ആ വീടിന് അതിനടുത്തൊരു മഠമുണ്ട്, ഒരു ഇല്ല ഉണ്ടായിരുന്നു. ആ ഇല്ല വർഷങ്ങൾ പഴക്കമുള്ളവരാണ്. അവരതിൻ്റെ ഓരോ പോർഷനായിട്ട് വിറ്റു. ഈ വീട് വിൽക്കുന്ന സ്ഥലത്തൊരു മരം നിന്നു. ആ മരത്തിലൊരു പെൺകുട്ടി കൊല്ലപ്പെടുകയോ കെട്ടിത്തൂക്കുകയോ ചെയ്തതിൻ്റെ പ്രേതാത്മാവ് ഈ വീട്ടിൽ താമസമാണ്. ഈ വീട്ടിലോട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇത് വിശ്വാസമുള്ളതല്ലെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ DNA പ്രോഗ്രാമൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, സ്വാമി ഇന്നലെ രാത്രി ഇങ്ങനൊരു വിഷയമുണ്ടായി, ഒരു തൂവാല എൻ്റെ മുഖത്തു കൂടെ ഇങ്ങനെ ശരിക്ക് സ്പർശിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഓം നമഃ ശിവായ ഒരു 8 തവണ ജപിക്കുക, ഇല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക. പറ്റുമെങ്കിൽ ഇത് ആ ദേശം ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഒരു റിയലിസ്റ്റിക് സംഭവമായതുകൊണ്ട്. എന്നിട്ട് വീണ്ടും അത്തരം അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ എത്ര രാത്രിയാണെങ്കിലും എന്നെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം, നമ്മൾ ഒരു സ്ഥലം മേടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മേടിക്കും. ഇപ്പം നമുക്ക് ഒരു അവകാശവുമില്ലാത്ത ഒരു ഭൂമി നമ്മളിലേക്ക് വന്നു ചേർന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ പിതാമഹന്മാരോ ആരെങ്കിലുമോ ഉണ്ടായിരുന്ന വസ്തുവാണ്. ഒരു 2-3 സെൻറ്റ് വസ്തു ഉണ്ടായിരിക്കുള്ളൂ. അതിനകത്ത് പട്ടയവും കാണൂല, ഒരു കാര്യവും കാണൂല. ആ വസ്തു എങ്ങനെയോ നമ്മളിലേക്ക് വന്നു. നമ്മളിലേക്ക് വരുമ്പോൾ എന്താണ്, അത് നമ്മളിലേക്ക് അവകാശം വരുമ്പോൾ ആ അവകാശം അപ്പോൾ ഈ പട്ടയം ഇല്ലാത്തൊരു ഭൂമി നമ്മളിലേക്ക് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അനുഭവയോഗമില്ല, നമ്മൾ അനുഭവിക്കേണ്ടതല്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രകാരം, ചിലത് പ്രകാരം മറ്റുള്ളവരിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മളത് പട്ടയോഗം ഉണ്ടാക്കി അത് വിറ്റെന്ന് വിചാരിക്കാം. അത് വിറ്റ് ആ പൈസ എടുത്ത് നമ്മളൊരിടത്ത് കൊണ്ട് വീട് വയ്ക്കുക. നമുക്കൊരു ദിവസം പോലും അവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഭൂമി അവകാശമില്ലാത്തതായിരുന്നു. അവകാശമില്ലാത്ത ആ ഭൂമിയെ നമ്മളിലേക്ക് മാറ്റിയെടുത്ത് നമ്മളിത് വിറ്റ് നമ്മൾ മറ്റൊരിടത്ത് പോയി താമസിച്ചു. അപ്പോൾ നമുക്ക് അവകാശമില്ലാത്തതാണത്. അവിടെ ജലത്തിന് ബന്ധനം ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ദോഷം, ആൺകുട്ടികൾക്കാണെങ്കിൽ ദുരിതങ്ങൾ വരാം. മക്കൾക്ക്, സന്താന പരമ്പരകൾക്ക്, 3ാം തലമുറകൾക്ക് അതികഠിനമായിട്ടുള്ള ദോഷമുണ്ടാകും. അതിന് ആയുസ്സിന് തന്നെ തടസ്സമുണ്ടാകുന്ന വിഷയങ്ങൾ വേണം ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു വസ്തു, അവർക്ക് അർഹതയില്ലാത്തൊരു വസ്തു, ഒരു സ്ത്രീയുടെ വസ്തുവായിരുന്നു. ആ സ്ത്രീയുടെ വസ്തു ഇവർക്ക് കിട്ടി. ഇവർ അവസാന കാലത്ത് നോക്കിയപ്പോൾ ഇവർക്ക് കൊടുത്തതാണ്.
ഇവർ അവസാന കാലത്ത് നോക്കിയപ്പോൾ ഇവർ കൊടുത്ത വസ്തുവാണ്. അപ്പോൾ ഇവരെ നോക്കിയത് കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ വാക്കാൽ കൊടുത്ത് പട്ടയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ രാഷ്ട്രീയക്കാരെയൊക്കെ പിടിച്ച് അവസാനം പട്ടയമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ മക്കളും ഭർത്താവും ഒക്കെ കൂടെ ചെന്നിട്ട് ഒരു സ്ഥലം മേടിച്ച് ഇവരവിടെ വീട് വെച്ചു. ഇവർ വീട് വെച്ചതിൻ്റെ 90-ാം ദിവസം മുതൽ ഇവർക്കുണ്ടായ പ്രശ്നങ്ങൾ. ഒരു പരിഹാരവുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ 2 പെൺമക്കളും ഒരു പുരുഷനുമാണ്. ആ പയ്യനാണെങ്കിൽ ഒരു മന്ദബുദ്ധിയെ പോലെ ബുദ്ധിമാന്തിയോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കുറേ നേരം. ഞാൻ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ നേരം വലത്തുവശത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടി പഠിച്ചതാണോ? അതെ, ഇത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഞാൻ ലഹരി പദാർത്ഥങ്ങൾ വല്ല ഉപയോഗിക്കുന്നു? ഇല്ല സ്വാമി, ഒന്നും ഉപയോഗിക്കില്ല. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയത്. 2 നല്ല പെൺകുട്ടികളുണ്ട്, വിവാഹപ്രായമായി നിൽക്കുവാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർക്ക് 2 മക്കളുമുണ്ട്. ഭർത്താവുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ല. അദ്ദേഹം നല്ലവണ്ണം മദ്യപിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്വാമി ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ചുമ്മാതെ ഇതൊക്കെ വന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വസ്തുവല്ലല്ലോ ഇത്, ഇവർക്ക് ഇങ്ങനെ കിട്ടി ഇവർ നോക്കാൻ നിന്ന ആ അമ്മ കൊടുത്ത വസ്തുവല്ലേ. അപ്പോൾ ഇത് നമുക്ക് അനുഭവയോഗം ഉള്ളതല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടികളെ ചെറിയ 2 കുട്ടികളാണ്, ഇതൊക്കെ വലിയ ദോഷങ്ങളായിട്ട് മാറും കേട്ടോ, നമുക്ക് അർഹതയില്ലാത്ത വസ്തുവാണ്. അപ്പോൾ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എപ്പോഴും ഈ നമ്മുടെ മുമ്പിൽ വെച്ചാൽ ആ ഭർത്താവിനെ ഇയാളെ കൂടെ ജീവിക്കാൻ വന്ന പോലെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്ന് പറയും. സ്വാമി ഇതൊന്നും കേൾക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു കുടുംബത്തിലുണ്ടാകുന്ന വിഷയമാണ്. യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇവരെ ആരാണ്ട് ഒന്ന് വിളിച്ചുണർത്തും. ഈ സ്ത്രീയെ വിളിച്ചുണർത്തുന്നതാണ് പ്രശ്നം. വിളിച്ചുണർത്തിക്കഴിഞ്ഞ് ഇവർ എഴുന്നേറ്റിരിക്കുമ്പം ഇവരെ മകളെ വിളിച്ചുണർത്തും. തട്ടി വിളിക്കുന്നതാണ്. തട്ടി വിളിച്ച് ഇവരമ്മ എന്നെ ആരോ തട്ടി വിളിച്ചു, എന്നെ ആരോണ്ട് വിളിച്ചു. ഞാൻ കൈയുടെ സ്പർശം തോളത്താണ് തട്ടി വിളിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഈ മരിച്ചുപോയ സ്ത്രീ, ഈ പ്രമാണം നിങ്ങൾക്ക് തന്ന സ്ത്രീ നിങ്ങളെ തോളത്ത് തട്ടുമായിരുന്നു? തട്ടുമായിരുന്നു സ്വാമി. അത് അവർ കട്ടിലാണ് കിടക്കുന്നത്, ഞാൻ ഇവരെ നോക്കണ കാലത്ത് നിലത്താണ് കിടന്നുകൊണ്ടിരുന്നത്. ഇവരെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാത്റൂമിലും എല്ലാം പോകണമെന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ എൻ്റെ തോളത്ത് ഇങ്ങനെ തട്ടും. അങ്ങനെ തട്ടിയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതേ തട്ടൽ തന്നെയാണോ ഇപ്പോഴും കേൾക്കുന്നത്? അതെ. അവരുടെ മകൾക്കും അത് തന്നെ. അതെ, മകൾക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് സ്വാമി? ഞാൻ ഒരിക്കൽ കണ്ണാടിയിൽ നോക്കിയപ്പം പിന്നെ കണ്ണാടി അലമാര തുറന്ന് കിടക്കണം. എന്നിട്ട് ഒരു മേശയുണ്ട്, അതിനകത്ത് ഈ പ്രമാണങ്ങളൊക്കെ വെച്ചിരുന്ന മുറിയാണ്. അതൊരു ദിവസം തുറന്ന് കിടക്കുകയും ആ പ്രമാണങ്ങളൊക്കെ പുറത്ത് കിടക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അത് അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള വഴിയില്ല, അത് ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അത് രാത്രി ആരെങ്കിലും പ്രമാണം എടുത്തുകൊണ്ട് പോകാൻ ഇവിടെയുള്ള നിങ്ങളുടെ ഭർത്താവ്, ഈ കുടിയനായ ഭർത്താവ് ആരെങ്കിലും ചെയ്തതായിരിക്കും. അതൊന്നും ഒരു നെഗറ്റീവ് എൻ്റെ ജീവില്ല. എന്തെങ്കിലും ഫീലിംഗ് ഒക്കെ നിങ്ങൾക്കൊരു ലക്ഷണം ഉണ്ടാകാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കണം, ഞാൻ ഇവരോട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ പിടിച്ച് അവിടെ ഇരുത്തി. ഈ സ്ത്രീ ചെറിയൊരു അംഗവൈകല്യമുള്ള സ്ത്രീയാണ്, ഞാൻ എന്താണെന്ന് പറയുന്നില്ല. അത് മാത്രമല്ല, നാക്കെടുത്താൽ കള്ളം മാത്രമേ പറയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ അമ്മ നിങ്ങൾ പലയിടത്തുമായിട്ട് ഹോം നേഴ്സ് പോലെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ നിന്ന വീട്ടിൽ ഈ സ്ത്രീക്ക്, ഈ അമ്മയ്ക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഏതൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ട്? എല്ലായിടത്തും നിന്നിട്ടുണ്ട്. ഈ അമ്മയായിട്ട് നിങ്ങളെങ്ങനെ? ഭയങ്കര സ്നേഹമായിരുന്നു സ്വാമി, അവസാന കാലം വരെ എന്നെ ഞാൻ നല്ലവണ്ണം നോക്കിയതുകൊണ്ടാണ് ആ പ്രമാണമൊക്കെ എടുത്ത് എനിക്ക് തന്നത്. ഞാൻ നിങ്ങൾക്കത് തന്നതാണോ അതോ നിങ്ങൾ അവരിൽ നിന്ന് തട്ടിച്ചെടുത്താണോ? അയ്യോ സ്വാമി എന്തോന്ന് പറയണം, ഈ അഭിനയം ഉണ്ടല്ലോ, ഈ കള്ളത്തരം ചെയ്തിട്ട് അയ്യോ സ്വാമി എന്താണ് ഈ പറയണം, അങ്ങനെ തട്ടിച്ചെടുക്കുമോ? ഞാൻ പറഞ്ഞു, ഈ രേഖയിൽ നിങ്ങൾ അവരുടെ വിരൽ പതിപ്പിച്ച്, അവർ ഉറങ്ങി കിടക്കുമ്പോഴോ ഇല്ലെങ്കിൽ വല്ല ഉറക്ക ഗുളിയോ വല്ലതും കൊടുത്ത് അവരെ കൊണ്ട് വിരൽ പതിപ്പിച്ച് അവരെ പേരെ എഴുതി എടുപ്പിച്ചതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് എൻ്റെ മുഖത്ത്, അവരെ മുഖവും ഒക്കെ മാറി, ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വേർത്ത്. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങൾ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതിയെടുത്തതാണെങ്കിൽ, ഈ വസ്തു അങ്ങനെ എഴുതിയെടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഈ നിങ്ങളെ 3-ാം തലമുറ 2 ഇരട്ട കുട്ടികളില്ലേ, ആ കുട്ടികൾക്ക് വരാൻ പോകുന്ന ഒരു വലിയ ആപത്തുണ്ട്. 3-ാം തലമുറയ്ക്കാണ് ദോഷം. നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന 3-ാം തലമുറയ്ക്കാണ്. അപ്പോൾ അവർ പറയുന്നത്, ഇനിയിപ്പോൾ എന്തോ സ്വാമി ഞാനങ്ങനെ ചെയ്തു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് അതിനെന്താ പരിഹാരം വെച്ച് നോക്കി ചെയ്തോളൂ. ആ സ്ത്രീയാണ് രാത്രി മുതൽ നിങ്ങളിങ്ങനെ തട്ടി ഉണർത്തുന്നത്. നിങ്ങളുടെ മകൾക്കൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവൾക്ക് എന്ത് ജോലിയാണ് മകൾക്ക്? അപ്പോൾ ഏതോ ക്ലിനിക്കിൽ എന്തോ ജോലിയാണ്. ഞാൻ പറഞ്ഞ ഔഷധങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ദോഷദുരിതങ്ങൾ വന്നു ചേരും, ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാകും. അത് ഭർത്താവുമായിട്ട് ഇപ്പോഴേ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ഭർത്താവിനല്ല ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇതിന് എന്നെക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇറങ്ങും. ഞാൻ പലരോടും പറയും, എനിക്ക് പരിഹാരമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കില്ല. എനിക്ക് പരിഹാരമില്ല, എന്നെ കൊണ്ടത് പറ്റൂല. പരിഹാരം കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് തന്നെ പരിഹാരം കുറവാണ്. പരിഹാരത്തിനൊരു 6-ൽ 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിന് പരിഹാരമില്ല എന്ന് ഞാൻ പറയേണ്ടി വരും.
അപ്പോൾ പ്രേതബാധയുണ്ട്. വീടുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്ഥലങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഉത്തമമായിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത് പലരും അതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ അടി വന്ന് സ്വാമി ഇതിങ്ങനെ സംഭവിച്ചു, സ്വാമി വീഴുമെന്ന് പറഞ്ഞ് ഞാൻ വീണു, എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ കമൻറ്റിൽ ഞാൻ ഒരുപാട് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എന്നെ ഒരു കുടുംബത്തോടെ കാണാൻ വന്ന ഒരു നല്ല മനുഷ്യനുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം വിളിച്ചു, ഈ സ്വർണ്ണ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. കർണേഷിയായിട്ട് തെറ്റൂല. അദ്ദേഹം പറഞ്ഞു, സ്വാമി പറഞ്ഞ തെറ്റൂല, എനിക്കറിയാമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പൂയം നക്ഷത്രത്തിലും പൂരാടം നക്ഷത്രത്തിലും, അതിന് പൂരാടം പോട്ടെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് ശാം വരുമ്പോൾ നമുക്കത് വിശദമായിട്ട് സംസാരിക്കാം. പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. നിങ്ങൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും പുറകെ വിളിക്കണമെന്ന് തോന്നിയാൽ, ഇത് 30 ദിവസത്തെ ഫലമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ പുറകിലോട്ട് ഇറങ്ങുമ്പോൾ, നല്ല കാര്യത്തിന് ഇറങ്ങിയാലും സന്ധ്യ കഴിഞ്ഞ് കഴിയുന്നതും ഇറങ്ങാതിരിക്കുക ഈ 30 ദിവസം. ഇനി മുമ്പിലോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പുറകെ നിന്ന് എന്തെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇനി പിതൃദോഷങ്ങൾ ശക്തമായിട്ട് ഉള്ളതും പിതൃദോഷങ്ങൾക്ക് പരിഹാരക്രിയകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും പരശുരാമ ക്ഷേത്രത്തിൽ പോയിട്ട് ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടുള്ള പരിഹാരക്രിയകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിതൃക്കൾ ശക്തി പ്രാപിക്കുന്ന കാലം പൂയം നക്ഷത്രത്തിന് പിതൃക്കൾ ശക്തി പ്രാപിക്കുന്ന കാലം. കടബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകൾ തീർക്കാനായിട്ടുള്ളൊരു വലിയ ശ്രമം ആ കടബാധ്യതകളെ കൊണ്ടുള്ള ചിന്തകളിങ്ങനെ കൂടിയിട്ട് മാനസികമായി തകരാറുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംഘർഷപ്പെടേണ്ട. എങ്ങനെയാണത് തീർക്കാൻ പറ്റുന്നത്? എനിക്കുണ്ടാകുന്ന ഈ ബാധ്യതകൾ എങ്ങനെയാണ് തീർക്കാൻ പറ്റുക? പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളിയാഴ്ച ജനിച്ചവരാണെങ്കിലും ചൊവ്വാഴ്ച ജനിച്ചവരാണെങ്കിലും ഭദ്രകാളി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, എണ്ണയോ തിരിയോ വിളക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം. വീടിൻ്റെ അടുത്തുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഭർത്താവ് പൂയം നക്ഷത്രമാണെങ്കിലും ഭാര്യ പൂയം നക്ഷത്രമാണെങ്കിലും മകളോ പൂയം നക്ഷത്രമാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ 30 ദിവസത്തേക്ക് ദീർഘദൂര യാത്രകൾ ചെയ്യരുത്. എന്തെങ്കിലും ഒരുമിച്ചുള്ള യാത്രകൾ ഈ 30 ദിവസത്തേക്ക് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുമിച്ചുള്ള യാത്ര, ഒരു വീട്ടിൽ 2 പൂയം നക്ഷത്രം ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. രണ്ടാമത് വീഴ്ചകൾ ഉണ്ടാകാൻ ശിക്ഷ. ജലമുള്ള സ്ഥലത്ത് പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലുകൾക്ക് ഒരു കേടുണ്ടാകാനുള്ള സാധ്യതയും, ദന്തത്തിന് ക്ഷതമുണ്ടാകാനും പല്ലുകൾക്ക് ക്ഷതമുണ്ടാകാനും കണ്ണുകൾക്ക് ദോഷമുണ്ടാകാനുള്ളൊരു കാലമുണ്ട്. അപ്പം കഴുത്തിന് മുകളിലോട്ട് രോഗാവസ്ഥ വരാനുള്ളൊരു കാലഘട്ടമുണ്ട്. മുട്ടുകൾക്ക് ക്ഷതമുണ്ടാകാതിരിക്കാൻ നോക്കണം. അത് ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന 30 ദിവസം അത്ര അനുകൂലമല്ല. ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ആ നല്ല ഗുണങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് ആ ഗുണങ്ങളല്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, നിങ്ങൾ ഇരുട്ടിൽ സഞ്ചരിക്കുമ്പം ആരെങ്കിലും ഇരുട്ടിൽ നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയാൽ അത് തോന്നലുകളായിട്ട് തന്നെ അങ്ങ് എടുക്കണം. എന്ന് പറഞ്ഞാൽ അദൃശ്യ സാമീപ്യ സഞ്ചാരങ്ങൾ, അദൃശ്യമായി സഞ്ചരിക്കുന്ന ചില സാമീപ്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിനെ ആ സമയം തന്നെ ഓം നമോ നാരായണായ എന്നോ ഓം നമ ശിവായ എന്ന് ജപിച്ചങ്ങ് മാറ്റുക. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിൽ നിന്ന് മാറും. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടാകും. വീട്ടിൽ കിടക്കുന്ന മുറിയിൽ ചിലന്തി വല ഉണ്ടെങ്കിലോ പാറ്റയോ പല്ലിയോ ഒക്കെ ഒഴിവുകളുണ്ടെങ്കിൽ മുറി വൃത്തിയാക്കുന്ന സ്വഭാവം ഡെറ്റോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്കിന്നിന് കുഴപ്പങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വരുന്ന 30 ദിവസം അത്ര അനുകൂലമല്ല, കാര്യമല്ല. എന്നാൽ അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം കാണും. പക്ഷേ എൻ്റെ ലക്ഷണശാസ്ത്ര പ്രകാരം ഉണ്ടാകുന്ന ചില അപകട സാധ്യതകളുണ്ടാണ്. വാഹനത്തിൽ കഴിയുന്നത് സ്കൂട്ടറുകളിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ വാഹനം കണ്ടീഷനാണോ എന്നൊന്ന് നോക്കണം. വാഹനങ്ങളെ ഉത്തമമാണോ എന്നുള്ളതൊന്ന് നോക്കണം. അല്ലെങ്കിൽ വാഹനത്തിന് കേടുണ്ടായിട്ട് നമുക്ക് ദോഷം ഉണ്ടാകാൻ ഈ വരുന്ന 30 ദിവസത്തേക്കുള്ള ദോഷഫലങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൈവാനുഗ്രഹമുണ്ട്, ഭദ്രകാളിയുടെ അനുഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ കാളി മന്ത്രങ്ങൾ ജപിക്കുകയോ കാളിക്ഷേത്രങ്ങളിൽ പോവുകയോ ഒക്കെ ചെയ്യണം. കാളിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പെട്ടെന്ന് കോപം വരാനുള്ള സാധ്യതയുണ്ട്, ദേഷ്യം. പൂയം നക്ഷത്രത്തിൽ പിറന്ന ഭർത്താവാണെങ്കിലും പൂയം നക്ഷത്രത്തിൽ പിറന്ന ഭാര്യയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കകത്ത് പണയം വെച്ച വസ്തു നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേരിൽ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പെടേണ്ട കാര്യമില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഗൃഹനിലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭാര്യ അറിയാതെ ഭർത്താവ് എടുത്തുകൊണ്ട് പണയം വെച്ച്.
ഞാൻ ഈ ഏതോ ഫലത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ വിളിച്ച് ആകെ ബുദ്ധിമുട്ടായുള്ള ദാമ്പത്യം ആകെ പ്രശ്നമായിപ്പോയി. അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ഭാര്യ അറിയാതെ വല്ല സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഭാര്യയോട് പറഞ്ഞാൽ മതി, എനിക്കങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് എന്ന് പറഞ്ഞ്. ഇല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. പൂയ നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് പൂയ നക്ഷത്രക്കാർ ഉറക്കം ഒന്ന് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. മൊബൈൽ അശ്രദ്ധമായിട്ട് മൊബൈലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോധത്തെ ശ്രദ്ധിക്കാതെ, ബോധത്തെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബോധത്തെ തിരിച്ചറിയാതെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. ഈ 30 ദിവസം പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമല്ലാത്തത് കൊണ്ടും ഒരു മരണ വീടുകളിൽ മരണം നടന്ന് ദഹനക്രിയ കഴിഞ്ഞതിന് ശേഷം മരണ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 30 ദിവസത്തേക്ക് ആ മരണസമയം കഴിഞ്ഞിട്ട് പോയാൽ മതി. മരണം ദഹനക്രിയ കഴിഞ്ഞതിന് ശേഷം മതി. പിന്നെ വലിയ അത്യാവശ്യമില്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞോ ഇല്ലെങ്കിൽ 16 ദിവസം കഴിഞ്ഞ് പോയാലും മതി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ അദൃശ്യ സാമീപ്യ ശക്തികളെ കാണുകയും നെഗറ്റീവായിട്ടുള്ള ചില സാധനങ്ങൾ നമ്മളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ആഹാരം എടുത്തു വെച്ചാൽ കഴിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുകയും മനസ്സിന് സംഘർഷം ഉണ്ടാകുന്ന കാര്യങ്ങളും പൂയ നക്ഷത്രക്കാർക്കുണ്ടും. അമ്മയോടോ അച്ഛനോടോ വഴക്കിടുന്ന ഒരു സ്വഭാവം, പെട്ടെന്ന് കോപം വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിയും, പിന്നെ അതിനെ ഓർത്ത് വിഷമിക്കുന്ന ഒരു സമയം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 30 ദിവസത്തേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനങ്ങളിൽ ഇനി ക്ഷേത്ര ദർശനങ്ങൾ കുറച്ച് കടുത്ത ഉഗ്രമൂർത്തികളായിട്ടുള്ള ഇപ്പോൾ എവിടെ ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിട്ട് എനിക്കറിയാവുന്ന ഇപ്പോൾ കരിക്കാൻ ദേവിയും ആറ്റുകാലമ്മയും പിന്നെ അങ്ങനെയൊക്കെയുള്ള ഉഗ്രമൂർത്തികളുടെ വെള്ളായണി ഭദ്രകാളിയും ഒക്കെ ഉണ്ട്. എറണാകുളത്തണയും കൊടുങ്ങല്ലൂരും ചോറ്റാനിക്കരയൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയാണോ നമ്മൾ വസിക്കുന്നത് ആ വസിക്കുന്ന സ്ഥലത്തുള്ള ഉഗ്രമൂർത്തിയായ അവിടെ ഗുരുതി വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കാനും, പിന്നെ എന്തെങ്കിലും ഒക്കെ പട്ടും പിന്നെ വളയും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയൊരു വിഷയം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് ഈ 30 ദിവസത്തേക്ക് പൂയം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് വിചാരിച്ചത് ഭയപ്പെടാനായിട്ടൊന്നുമില്ല. എല്ലാ നക്ഷത്രക്കാരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണെങ്കിലും പൂയ നക്ഷത്രത്തിൻ്റെ ഫലമനുസരിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനും, അപ്രതീക്ഷിതമായിട്ട് രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതി ഉണ്ടാകാനും, ഇല്ലെങ്കിൽ ഞാൻ രോഗിയായി മരിച്ചു പോകുമെന്നൊക്കെ തോന്നുന്ന ചില അവസ്ഥകളുണ്ടാവും. ഒരിക്കലും ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് ഈ പൂയം നക്ഷത്രക്കാർ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ മറ്റുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ബോധത്തിൽ എന്ത് സംസാരിക്കുന്നു, എനിക്ക് എന്ത് സംസാരിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല. മറ്റുള്ളവരെക്കുറിച്ച് അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം തലമുടി ഇങ്ങനെ പൊഴിഞ്ഞ് കിടന്നാൽ പോലും തൻ്റെ തലമുടിയാണ് പൊഴിഞ്ഞ് ഇങ്ങനെ വീഴുന്നത്, തൻ്റെ ചിന്തകളുടെ ഭാരം കൊണ്ടാണ് ഇതൊക്കെ പൊഴിഞ്ഞ് വിടുന്നത് തിരിച്ചറിയാത്ത ഒരു സമയത്തൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ വരുന്ന 30 ദിവസം, ഇപ്പോൾ ഇന്ന് 4-ാം തീയതിയാണ്, വരുന്ന 30 ദിവസം അങ്ങോട്ട് എടുക്കണം. അതുവരെ ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഞാനിത് വീണ്ടും 30 ദിവസം കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് പറയും. ഇപ്പോഴുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക. കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് മുമ്പ് കിടക്ക ഒന്ന് വിരിച്ച് എന്ന് പറഞ്ഞാൽ പ്രാണികളൊന്നും അതിനകത്തില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത്തോട്ട് ചെരിഞ്ഞ് എഴുന്നേൽക്കുക കൂടെ ചെയ്യണം. എഴുന്നേറ്റിട്ട് സർപ്പമന്ത്രമോ അല്ലെങ്കിൽ സൂര്യനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതൊന്നും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഭയവും വേണ്ട. നെഗറ്റീവ് എനർജികളുടെ സാമീപ്യവും സാന്നിധ്യവും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം 30 ദിവസത്തെ കൊണ്ട്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.